പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എമ്പുരാൻ ടീസർ ഒഫീഷ്യലായി ടീസർ ഇറങ്ങി. അപ്പോൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ആണ്. നമുക്ക് അപ്പോൾ ഒട്ടും താമസിക്കാതെ അതിന്റെ റിയാക്ഷൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണാം. എല്ലാവരും വെയിറ്റിംഗിലാണ്. എല്ലാവരും അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ്. ഓക്കെ, Prefer to language. Okay. ഖുറേഷി ദ ഗോസ്റ്റ് ടൗൺ. തുടക്കം നോർത്തേൺ ഇറാഖാണ്. ഡെത്ത് ടു ദ ഡെവിൾ. ഡെത്ത് ഒരു ഇടിച്ചു പൊളിഞ്ഞ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ടൊവിനോ മഞ്ജു വാര്യർ ഒരു പ്രതിമയിലേക്കൊക്കെ ആക്കുന്നത്. 25 വയസ്സ് ആശീർവാദ്. മോലാലിന്റെ പഴയ കാർ അവിടെ മൂടിയിട്ട് കാക്കയൊക്കെ അപ്പിയിട്ടൊക്കെ നിൽക്കണ വീട് കത്തയാണ്. ബാക്ക് ഷോട്ടാണ് എല്ലാം കാണിക്കുന്നത്. ഇന്ദ്രജിത്തിന്റെ സൗണ്ട്. മമ്മൂട്ടിയുടെ കൈയാണോ എന്ന് ഡൗട്ട്. ഇന്ദ്രജിത്ത് മോഹൻലാലിന്റെ ബാക്ക് സൈഡ് കാണിക്കുന്നു. റിങ്ങറ്റ്, ഈഗിളിന്റെ റിങ്ങറ്റ്, അതിന് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ആദ്യം കൈയാണ് കാണിക്കുന്നത്. അതിന് ഫ്രണ്ട് വ്യൂ വന്നിരിക്കുന്നു. മോഹൻലാൽ ഇറങ്ങി കുതിരക്ക് തീ ഓടുന്നു. ആന്റണി പെരുമ്പാവൂർ. മിലിറ്ററി, US മിലിറ്ററി വളരെ കാണുന്നു. പൃഥ്വിരാജ് റോപ്പിൽ ഇറങ്ങി വന്നിട്ടുള്ള ഷൂട്ട്. മോഹൻലാലിന്റെ ഇത് ലാസ്റ്റ് ഫൈറ്റ് സീനിന്റെ ലാസ്റ്റ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങളിട്ട് അതാണ് ആ കാണിച്ചേക്കുന്നത്. बस एक इशारा भाईजान. वो पृथ्वीराज है. बस एक इंतजार आएगा. ഒരിക്കൽ എന്റെ മോനെ യോപി മോഹൻദാസ് ഇൻ തിയേറ്റർ മാർച്ച് 27. നല്ല ഒരു ടീസർ. ആരും ഒരു കുറ്റം പറയില്ല. അതേപോലെയാണ് ടീസർ വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഷൂട്ട് ചെയ്തതും വീഡിയോഗ്രാഫിയും ഫ്രെയിമും കാര്യങ്ങളും അതൊരു ഐറ്റം തന്നെയാണ് ആ എടുത്തു വച്ചിരിക്കുന്ന സാധനം. കൂറ്റൊരു കാരണം വെച്ചാലും ഒന്നും പറയാനില്ല. പിന്നെ ഈ പടത്തിന് ഒരുപാട് ഗ്യാപ്പ് വന്നു. ലൂസിഫർ എന്നിട്ട് ഇതൊന്ന് തുടക്കം വയ്ക്കാൻ. അപ്പൊ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ഈ ലൂസിഫർ ഇറങ്ങി എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സാധനമാണ്. ലൂസിഫർ ഏതാ ലെവൽ എന്നറിയാം. ആ ലെവലിന് മേളിൽ നിൽക്കണം ഇനി ഇറങ്ങുന്ന പാർട്ട് 2. അപ്പൊ അതുകൊണ്ട് ആ ഗ്യാപ്പ് ആള് കുറെ പടങ്ങളിൽ പോയി സ്ഥലങ്ങളിൽ പോയി, അതായത് സലാർ അങ്ങനെയുള്ള കുറച്ച് പടങ്ങളൊക്കെ അഭിനയിച്ച്. അപ്പൊ ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് പുള്ളി അവിടെ നിന്നൊക്കെ അങ്ങ് പിക്ക് ചെയ്ത് എടുത്തു സാധനങ്ങള്, ആരും അറിയാത്ത കാര്യങ്ങൾ. അപ്പൊ എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടതും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത്ര ഇങ്ങനെ ഷൂട്ട് എടുത്ത ഇങ്ങനെ വരാം. അതേമാതിരി പുള്ളി കുറെ അങ്ങ് എടുത്തിട്ടാണ് ടൈം എടുത്ത് സ്റ്റഡി ചെയ്ത് അങ്ങാണ് പിന്നെയാണ് തുടങ്ങിയത്. അപ്പൊ അതാണ് അതിന്റെ, അതായത് ആ ലെവല് നിൽക്കുന്നത്. ഏതാണ്ട് ഒരു നല്ലൊരു ഡയറക്റ്റിങ് പുള്ളി ഇത്രയും വർഷം പഠിച്ചു. അതേപോലെ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് ഡയറക്ഷനും അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് ആ ടീസർ കാണുമ്പോൾ അറിയാൻ പറ്റും. അവന് ഇതിന്റെ നമ്മള് ലോഞ്ചിങ്ങിന്റെ ഒരു സമയത്ത് പറഞ്ഞായിരുന്നു, മറ്റേ ആ പടത്തിന്റെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരുന്ന രീതിയിലാണ് ആ പടം പറയുന്നത്. അപ്പൊ ആ ടീസർ കണ്ടപ്പോൾ അത് ആ ഫീലിംഗ് തോന്നി. നമ്മൾ ആ പടം കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഈ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒന്നോടെ കാണണമെന്ന് ഒരു ഇത് ആകാംക്ഷ ഇങ്ങനെ വീണ്ടും നമുക്ക് കാണുമെന്ന് തോന്നുന്നു. കാരണം അതുപോലെയാണ് ആ ടീസറിന്റെ ഇത് വന്നേക്കണം. പിന്നെ ഈ പടത്തിന്റെ അല്ലേ ഇപ്പൊ ടീസറിന്റെ ഒപ്പം ഇതിറങ്ങിയല്ലോ. ഇപ്പൊ ടീസറിന്റെ ഒപ്പം അവർ ബുക്ക് മൈ ഷോ ഓപ്പൺ ആക്കിയില്ല.
ഇനിയിപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ടാണെങ്കിലും ട്രെയിലർ ഇപ്പോൾ ഇറങ്ങി ആ ഉടനെ തന്നെ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പം ടീസർ ഇറങ്ങി ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ ബുക്ക് മൈ ഷോ ഓപ്പൺ ആക്കി ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി എന്ന് പറഞ്ഞാലേ അത്ര ഇടിച്ചേർക്കും. മേ ബി സർവേറൊക്കെ തകർന്നു പോകും. അതുപോലത്തെ ഒരു ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ആയിരിക്കും. അതേപോലെ ഒരു റഷായിരിക്കും. കാരണം അത്രയ്ക്ക് അങ്ങനെയാണ് ഈ സാധനം എടുത്തു വച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ ടീസർ കാണുമ്പോൾ അറിയാം, അതേമാതിരിയാണ് ആ പടം എടുത്തു വച്ചിരിക്കുന്നത്. കാരണം ആരും ഒന്നും പറയാനില്ല. കാരണം ഈ നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ഇതുപോലൊരു പടം ചെയ്ത് നമ്മൾ തിയേറ്ററിൽ ഓടിക്കുക, അതായത് പാൻ ഇന്ത്യ തന്നെ ഓടിക്കുക എന്ന് പറഞ്ഞാലില്ല. ഇത് ചിലപ്പോൾ ഒരു രജിസ്റ്റേർഡ്, അതായത് എഴുതപ്പെടുന്ന ഒരു പടങ്ങളിൽ നിന്നും ടോപ്പായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പടം കാണണം. പടം കണ്ടു കഴിയുമ്പോൾ ഇനി ട്രെയിലർ ടീസർ ഇത്രയുണ്ടെങ്കിലേ, ടീസർ ഇത്രയുണ്ടെങ്കിൽ അപ്പോൾ ട്രെയിലർ വരുമ്പോൾ എന്തോരം ആൾക്കാരെ ടീസർ കണ്ടപ്പോൾ ആൾക്കാർക്ക് ഇത്ര ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ട്രെയിലർ കാണുമ്പോൾ എന്തായിരിക്കും, ഇതിക്കും മേലെ ആയിരിക്കും. അപ്പോൾ ഈ സംഭവം ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇടിവേട്ടായിട്ട് ഇതിന് മേലെ ആയപ്പോൾ പിന്നെ തിയേറ്ററിൽ ബുക്കിംഗ് ടൈമിൽ മാർച്ച് 27 ഈ 27 ഇവരിപ്പോ ഇത്ര പെട്ടെന്നൊന്നും ബുക്കിംഗ് തുടങ്ങില്ലായിരിക്കും. ഈ 27 തിയേറ്റർ വരുന്നതിന് മുമ്പ് 1-2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയോ എത്ര ടൈമാണ് ആ സമയത്തിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഫില്ലായിരിക്കും. മേ ബി ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് ടിക്കറ്റ് ചിലപ്പോൾ ആ ബുക്ക് മൈ ഷോയിൽ കിട്ടാണ്ടാവില്ല. അതുപോലത്തെ ഫുള്ളായിരിക്കും എന്നാണ് രീതിയിലാണ് പടത്തിന്റെ ടീസറിൽ നിന്ന് നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ ട്രെയിലർ വരുമ്പോൾ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണേ താഴെ.